അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ പ്രൊഡക്റ്റ് എന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കുറച്ച് എക്കോ ഉണ്ടാവും. നമ്മളിത് വേറെ റൂമിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പം ഡിസോ വാച്ച് റിയൽമിന്റെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഫ്ലിപ്കാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാലും വീഡിയോ എടുത്ത് മാത്രമേ നമ്മൾ തുറക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ ഇതിന് പകരം ചിലപ്പോൾ വല്ല സോപ്പ് പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ഈ കാർട്ടിൽ നമുക്ക് ചെറിയൊരു ഇഷ്യൂ ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കാണാം. സ്റ്റേ ട്യൂൺഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പൊ പിന്നെ കത്തിയില്ലടി, നമുക്ക് ഇത് വെച്ചിട്ട് കത്തി വെച്ചിട്ട് അൺബോക്സ്. നല്ല ഫ്ലിപ്കാർട്ട് ആമസോണിനേക്കാളും പാക്കിംഗ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് ഫ്ലിപ്കാർട്ടിൽ അധികം വാങ്ങുന്നത്. പിന്നെ വേരിയസ് പ്രൊഡക്റ്റും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കഴിഞ്ഞൊരു 3 മാസം മുമ്പ് ഇതിന് 3 സംതിങ് ആയിരുന്നു. അതേ സാധനം തന്നെയാണ് ഇപ്പൊ നമുക്ക് 2,400 കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വാങ്ങിയതും അത് ഒരു നല്ലൊരു സ്മാർട്ട് വാച്ച്. അതിന്റെ ഫുൾ റിവ്യൂ ഒക്കെ നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിന്റെ നമ്മുടെ ഫോണായിട്ട് പെയർ ചെയ്യുന്നതും. ഞാൻ റിയൽമി പ്രോഡക്റ്റ് ആണ് എനിക്കിഷ്ടം. പിന്നെ റെഡ്മിന്റെ ഈ വാച്ചിലൊക്കെ വരുന്ന ഹാർട്ട് ട്രാക്കർ ഒന്നും കറക്റ്റ് അല്ല. ഇതിപ്പോ എന്റെ ഒരു കൊലീഗ് വാങ്ങി യൂസ് ചെയ്ത് കണ്ടിട്ട് ആ ഒരു റിവ്യൂ ബേസ് ചെയ്തിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അൺബോക്സ് ചെയ്തിട്ട് അധികം ശീലമൊന്നുമില്ല. കാരണം ഞാൻ അൺബോക്സിംഗ് ഡ്യൂറൊന്നും അല്ല. ഇപ്പൊ നമുക്ക് പ്രോഡക്ട്സ് ഒന്നും ഫ്രീ ഒന്നും ആരും തേച്ച്, കാരണം ചെറിയ ചാനലാണല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് കാണാം. ഓക്കെ, നമ്മളിത് പൊളിച്ചു. ഇവിടെ ഇതിന്റെ ബില്ലുണ്ട്, കാണാം ബില്ല്. പിന്നെ നമ്മുടെ ഹിയർ പ്രോഡക്റ്റ്. ഞാൻ വിചാരിക്കുന്ന ഒരു യെല്ലോ ബോക്സ് ആണെന്നാണ്. നമുക്ക് നോക്കാം. അല്ല, വൈറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഡിസോ അവര് റിയൽമിന്റെ തന്നെ സബ് ബ്രാൻഡ് ആയതുകൊണ്ടായിരിക്കും വൈറ്റ് ബോക്സ് വന്നിട്ടുള്ളത്. ഇത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. വാച്ചിങ് ഇരിക്കില്ലേ അല്ല പൊന്നു? കാരണം എന്താ വെച്ചാല് നമ്മളിപ്പം ഫസ്റ്റാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിന്റെ ഫ്രണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്, നിങ്ങൾക്ക് കാണാം. ബാക്കിൽ അതിന്റെ സ്പെക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ റിയൽമി ഡിസോ റിയൽമി ടെക് ലൈഫ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിന്റെ സൈഡ് സ്പെക്ക് പറയുകയാണെങ്കിൽ 4.3 ഇഞ്ച് ഫുൾ ടച്ച് സ്ക്രീനാണ് വരുന്നത്. പിന്നെ 110+ സ്പോർട്സ് മോഡ്സ് ഉണ്ട്. പിന്നെ ബ്ലഡ് ഓക്സിജൻ ആൻഡ് ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്. പിന്നെ സ്റ്റാം ഉണ്ട്. സ്റ്റാം വാട്ടർ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മുടെ വാട്ടർ സ്പ്ലാഷ് ചെയ്ത് വരും. ചെറിയൊരു മഴയിലൊന്നും അത് വലിയ ഇഷ്യൂ ഇല്ല. ഞാൻ പിന്നെ അധികം സെറ്റി ബോഡിയാണ്. അപ്പം ഈ വേർപ്പ് കൊണ്ടുകൊണ്ടുവന്നത് കംപ്ലൈന്റ് വരും. ഇവര് പറയുന്നത് 10 ദിവസം ബാറ്ററി ലൈഫ് ആണ്. പക്ഷെ നമ്മൾ അത്ര പ്രതീക്ഷിക്കണ്ട. പിന്നെ 150 സ്റ്റൈലിഷ് വാച്ച് ഫേസ്. അപ്പൊ നമുക്ക് അതിന്റെ കസ്റ്റമൈസേഷൻ അതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇനി അടുത്തുള്ള ദിവസങ്ങളിൽ വരാം. അപ്പൊ നമുക്ക് ഇത് നേരെ ഒന്ന് പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യാം. സീൽഡ് ആണ്. നമുക്കൊന്ന് സീലൊന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് കാണാം. ഇത് ശരിക്കും കത്തി വന്നിട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പേപ്പർ കട്ടർ ആക്കണം. ഈ ഒരു കത്രിക യൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് കിട്ടില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയങ്കര ത്രില്ഡാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെയാണ് ഞാനും കാണുന്നത്. ബോക്സിൽ ഫസ്റ്റ് തന്നെ വാച്ചാണുള്ളത്. നമ്മൾ വാച്ച് അവിടെ മാറ്റി വെക്കുന്നു. നല്ല ബ്ലൂ കളർ ഡിസോ ലേബിൾ ഉണ്ട്. ഇതിനി സ്ക്രീൻ ഗാർഡ് ചെയ്യേണ്ട വരും. ഓക്കെ, ഇനി ഇതല്ലാണ്ട് നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു വാറണ്ടി പാംപ്ലെറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ ചാർജർ ഉണ്ട്. നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള സ്മാർട്ട് വാച്ച് ചാർജറാണ് ഇത്. നമ്മുടെ ചാർജറിലേക്ക് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ USB പോർട്ടിലേക്ക് നോർമൽ USB-യിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യേണ്ടതാണ്. ടിപ്പിക്കൽ മാഗ്നറ്റിക് ചാർജറാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിനി വാച്ച് ഒന്ന് പവർ ഓൺ ചെയ്തിട്ട്, പവർ ഉണ്ടോ അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചാർജ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉണ്ടാവേണ്ടതാണ്. നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്കിത് ചാർജൊക്കെ ചെയ്തിട്ട് നമുക്ക് അടുത്ത ദിവസം ഒരു വീഡിയോ ഇതിന്റെ ഫുൾ റിവ്യൂ ആണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.